ഹായ് നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് സുഖം തന്നെയാണ്. ഞാനിപ്പം നിങ്ങളോട് സംസാരിക്കാൻ വരുന്ന വിഷയം എന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബിൽ ലൈവ് പോകുന്ന കുറച്ച് സ്ത്രീകളെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത്. എല്ലാവരെയും അല്ല, കുറച്ച് സ്ത്രീകൾ. കാരണം ഞാൻ ഈ ഇപ്പം എന്താ വെച്ചാൽ ഒരു ദിവസം ഞാൻ ഈ ലൈവെന്ന് പറയും ഞാൻ 24 ലൈവാണ് കാണുന്നത്. ഇവിടെ TV ചാനലില്ല, നമ്മളെല്ലാ OTT പ്ലാറ്റ്ഫോമും എടുത്തിട്ടുണ്ട്. അന്നേരം എനിക്ക് ന്യൂസ് കാണണമെങ്കിൽ ഞാൻ യൂട്യൂബിൽ പോയി 24 ലൈവ് അടിച്ചു നോക്കുമ്പോൾ ലൈവ് എന്നുള്ള രീതി ക്ലിക്ക് ചെയ്ത സമയത്ത് കുറേ സ്ത്രീകൾ, ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും. കാരണം ഒരിക്കലും ഒരു ചെറിയ പ്രായമോ ഇല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു 40 വയസ്സിന് മേപ്പോട്ടുള്ള സ്ത്രീകൾ, പൊതുവെ ഞാൻ പറയാം 40 വയസ്സിന് മേപ്പോട്ടുള്ള സ്ത്രീകൾ. ഞാനും 40 വയസ്സ് കഴിഞ്ഞൊരു സ്ത്രീയാണ്. അതിന് ഞാനിത് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെന്തോ ഒരു പ്രോഡക്റ്റ് വിൽക്കുകയാണ് എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഞാനത് ആ ലൈവ് ഓപ്പണാക്കി ഞാൻ നോക്കിയപ്പോൾ എന്തുവാ, ഒരു 40 വയസ്സ്, ഒരു 45 വയസ്സ് വരെ കൂട്ടിക്കോ, 45, 46, 47 വയസ്സ് കൂട്ടിക്കോ, ഒരു സ്ത്രീ. അവരുടെ ഒരു കണ്ണാടിയിൽ ഒരു QR കോഡ്, അതായത് അവരുടെ അക്കൗണ്ടിൻ്റെ QR കോഡ് വെച്ചിട്ട് പറയുകയാണ്, യൂട്യൂബിൽ ഇങ്ങനെ ലൈവാണ് 10 രൂപ ചെയ്യ്, 20 രൂപ ചെയ്യ്, 30 രൂപ ചെയ്യ്, 40 രൂപ ചെയ്യ്, ഇതേ വന്നു കഴിഞ്ഞു. ഞാൻ വെച്ചാൽ എന്തിന് ഈ പൈസ ഇവരിങ്ങനെ ചോദിക്കുന്നത് ഞാൻ ആലോചിച്ചു. ഞാൻ ഒരു മാക്സിമം ഒരു അരമണിക്കൂറോളം ആ ഒരു ലൈവിൽ ഞാൻ ഇരുന്നു. ഉള്ള സത്യം പറയാം, അരമണിക്കൂറോളം ഞാൻ ആ ലൈവിലിരുന്നു. ആ ലൈവിലിരുന്നപ്പോൾ ആ QR കോഡ് വെച്ചിട്ട് ഈ സ്ത്രീ ആൾക്കാരോട് ചോദിക്കുന്ന പൈസയാണ്. അതിൽ കൂടുതലും ആണുങ്ങളാണ് ആ ഒരു ലൈവിൽ വന്നിരിക്കുന്നത്. കാരണം ഇവരൊരു സാരിയൊക്കെ ഉടുത്ത് നല്ല രീതിയിൽ, അത്യാവശ്യം നല്ല രീതിയിൽ ഒരുങ്ങിയാണ് ഇവർ ആ ലൈവിൽ വന്ന് നിൽക്കുന്നത്. അവർക്കൊരു 45 വയസ്സിന് മേളിൽ എന്തായാലും കാണും. ഈ ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളത്, ഈ നമ്മളെ മാർക്കറ്റുകളിൽ മീൻ വിൽക്കുന്ന ആൾക്കാർ അവരുടെ പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടി ഇത് 10 രൂപ, ഇത് 20 രൂപ, ഇത് 30 രൂപ, അല്ലെങ്കിൽ ഇത് 50 രൂപ, ഇത് 100 രൂപ എന്നുള്ള രീതിയിൽ പച്ചക്കറിയും വിൽക്കാൻ പെണ്ണുങ്ങളിരിക്കും മാർക്കറ്റിൽ. ഞാൻ അങ്ങനെയുള്ള ആൾക്കാരെയാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ സ്ത്രീകൾ ഇങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമവും അതിനൊക്കെ ഭയങ്കര പുച്ഛവും തോന്നി. കാരണം ഞാൻ ചോദിക്കുക, അവരെ കൈക്കോ കാലിനോ ഒരു കുഴപ്പമില്ല, യൂട്യൂബ് വീഡിയോ ചെയ്യുന്നുണ്ടോ, ഒരു ലൈവിൽ വരുന്നുണ്ടോ, യാതൊരു പ്രശ്നവുമില്ല, വരിക. കാരണം ഇവർ ചെയ്യുന്ന പ്രവൃത്തി വളരെ മോശമാണ്. സ്ത്രീകൾക്ക് പൊതുവെ വളരെ മോശമാണ്. കാരണം ഇവരെ ലൈവിൽ വന്നിരിക്കുന്ന ആൾക്കാർ അതിൻ്റെ അകത്ത് ആ ലൈവിൽ കമൻറ്റും വരുന്നുണ്ട്. വെറും മോശപ്പെട്ട രീതിയിലാണ് കമൻ്റ് അടിക്കുന്നത്. അതും ഇവർ തിരിച്ച് സംസാരിക്കുന്നതും വേറെ വേറെ പല രീതികളിലാണ്. അത് കഴിഞ്ഞ് വേറൊരാളുടെ ലൈവിൽ കയറി ആ സ്ത്രീക്കൊരു 40 വയസ്സ് 42 വയസ്സിനകത്ത് കാണും. ഒരു നൈറ്റിയൊക്കെ ഇട്ട് വന്നിങ്ങനെ വീഡിയോയിൽ അവരുടെ കഴുത്തിൽ മാലയും എല്ലാം കിടപ്പുണ്ട്, താലിയും കീലിയും എല്ലാം കിടപ്പുണ്ട്. ഇതും ലൈവിൽ തുറന്ന് വെച്ചിട്ട് അവർക്ക് എന്തായാലും മക്കൾ കാണും, ഭർത്താവ് കാണും. ഇല്ലെങ്കിൽ ഈ രണ്ട് സ്ത്രീകൾക്കും പൊതുവേ കഴിഞ്ഞാൽ എനിക്ക് ഈ ലൈവിൽ വരുന്നത് ഇത്രയും വൃത്തികെട്ട രീതിയിലാണെന്ന് മനസ്സിലാക്കിയത് ഈ രണ്ട് സ്ത്രീകളാണ്. ഈ രണ്ട് പെണ്ണുങ്ങളും വന്നിരുന്ന് അങ്ങ് ലേലം വിളിയാണ്. ഈ ഒരാൾ ഈ 45 വയസ്സിന് മേളിലുള്ള ആ സ്ത്രീ പറയുന്നത്, എനിക്ക് ഇന്നയാൾ സ്പോൺസർ ചെയ്ത്, ഞാൻ കഴിച്ച ഫുഡ് ഇന്നതാണ്, ഇന്നയാൾ സ്പോൺസർ ചെയ്തു, ഇല്ലെങ്കിൽ ആൾക്കാരുടെ പേരും കൂടെ എടുത്തെടുത്തെടുത്ത് പറഞ്ഞിട്ടാണ് പറയുന്നത്. ഇന്ന് ചപ്പാത്തി എന്താ അരിയും ദോശ ഞാൻ കഴിക്കുന്നത് ഇന്നതാണ്, ഇന്നയാൾ സ്പോൺസർ ചെയ്തിട്ടാണ്. ഞാൻ ചോദിക്കുക, ആ ചേച്ചിയോട് ഞാൻ ചോദിക്കുക, ചേച്ചിക്ക് കൈയും കാലും ഇല്ലേ ജോലി ചെയ്യാൻ? ചേച്ചിയെ കണ്ടിട്ട് എനിക്ക് ഒരു കുഴപ്പവും തോന്നിയില്ല, കൈക്കോ കാലിനോ സ്വാധീനം ഇല്ലാത്തൊരു സ്ത്രീയാണെന്ന് തോന്നിയില്ല, പാചകം പഠിക്കും ഒരു കുഴപ്പമില്ല. അത് ചോദിക്കുകയാണ്, ചേച്ചിക്ക് കൈയും കാലും ഇല്ലേ? ഈ കാലത്ത് ഇഷ്ടംപോലെ സ്ത്രീകൾ പല വീട്ടുജോലികളും ചെയ്ത് പല രീതിയിലും എന്താ ഈ ഗവൺമെൻറ് എന്തൊക്കെയോ ഒരു ജോലി ഉണ്ടല്ലോ, എന്താ ഈ ഡെയിലി ഇതുള്ള അങ്ങനെയൊക്കെ പോകുന്ന കുറേ പെണ്ണുങ്ങളുണ്ട്. അവരെയൊക്കെ ഒന്ന് കണ്ടു പഠിച്ചുകൂടെ ചേച്ചിക്ക്? ചേച്ചി ഈ ലൈവിൽ വന്ന് കയറി ഇരുന്ന് ഈ സ്ത്രീകളെ അവമാനിക്കുന്ന കണക്ക് 5 രൂപ 10 രൂപ QR കോഡിൽ കണ്ണാടി അടിച്ച് ഇതിൽ ചെയ്യൂ എന്ന് പറഞ്ഞുകൂടെ നാണമില്ലെന്ന് ആലോചിക്കുന്നത്. ഉളുപ്പുണ്ടോ പെണ്ണുങ്ങളെ നിങ്ങൾക്ക്? ഒരു ഇച്ചിരിയെങ്കിലും? സ്ത്രീകളല്ലേ നിങ്ങളൊക്കെ?
പറയുമ്പോൾ എന്താ ഭയങ്കര അന്തസ്സാഭിമാനം പറയും. ഈ ലൈവിൽ വന്നിരുന്ന് ഈ മീൻ കച്ചവടക്കാരി പെണ്ണുങ്ങൾ ഈ മീൻ വിൽക്കുന്ന മാതിരി അത് അവരുടെ തൊഴിലാണ് ചെയ്യുന്നത്. നിങ്ങളെന്താ ചെയ്യുന്നത്? അത് കാണാൻ കുറേ ചേട്ടന്മാരും. പക്ഷെ അവർ വന്ന് കാണാനിരിക്കുന്നത് ഇവളുമാരെ കളിയാക്കുന്നതാണ്. അത് ഇവർക്ക് മനസ്സിലാകുന്നില്ല. അന്ന് അവർക്ക് കുടുംബമുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ പൈസയ്ക്ക് വേണ്ടി ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമോ ഈ ലൈവിൽ വന്നിരുന്നിട്ട്? എന്ത് മോശമാണ്. വേറെയുള്ള സ്ത്രീകൾ ഇത് കാണുമ്പം വിചാരിക്കത്തില്ലേ, ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ ലൈവ് ചെന്നിരുന്ന് കാണുന്ന ആണുങ്ങൾക്ക് സ്ത്രീകളുടെ ഒരു ബഹുമാനവും ഇല്ലാത്ത ആണുങ്ങളാണ്. ഇവരുടെ അവസ്ഥയല്ല. ഇവരത് മുതലെടുക്കുകയാണ്. യൂട്യൂബിൽ ടൈം കൂട്ടാൻ വേണ്ടിയിട്ട് മുതലെടുക്കുകയാണ്. കാരണം ഇത് പറഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ പേർക്ക് ആര് പൊങ്കാല ഇട്ടാലും എനിക്കൊരു പ്രശ്നവുമില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, കാണുന്നത് തെറ്റാണെങ്കിൽ തെറ്റ് തന്നെ എന്ന് വിളിച്ച് പറയും. എത്രയോ സ്കൂളിൽ പഠിക്കുന്ന മക്കൾ ഇത് കാണും. കാരണം ഇപ്പോൾ എല്ലാവരും കോളേജിൽ സ്കൂളിൽ അതും എല്ലാം പഠിക്കുന്ന പിള്ളേരുടെ കയ്യിൽ എല്ലാം മൊബൈലുണ്ട്. അവർക്ക് പഠിക്കേണ്ട കാര്യത്തിൽ അവരുടെ രക്ഷകർത്താക്കൾ യൂട്യൂബിൻ്റെ ഓരോന്ന് എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്നേരം അവരെല്ലാം ഈ ലൈവ് ഇരുന്ന് കാണത്തില്ലേ ഈ അമ്മച്ചിമാരിങ്ങനെ വന്നിരുന്ന് തോന്നിയ ദിവസം കാണിക്കുന്നത്? നിങ്ങളറിയിപ്പോൾ ജോലിക്ക് ഇപ്പോൾ ഒരു സെയിൽസ് ഗേൾസായിട്ട് പോയി നിന്നാൽ കിട്ടും 10,000-16,000 രൂപ അല്ലെങ്കിൽ 18,000 രൂപ മാസം നമുക്ക് വയറ് കഴിക്കാൻ. അല്ലാതെ ഇങ്ങനെ യൂട്യൂബ് വീഡിയോ ചെയ്യേണ്ടെന്നോ ഒന്നും വേണ്ട. മാനം മര്യാദയായിട്ട് ചെയ്യും, അന്തസ്സായിട്ട് ചെയ്യും. സീരിയസ്ലി പറയാം, അന്തസ്സും അഭിമാനത്തോടെ യൂട്യൂബിൽ വീഡിയോ ചെയ്യും. അതിൽ ഒരു തെറ്റുമില്ല. ഈ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വന്ന് ഒരു നൈറ്റി ഇട്ട് അതിനകത്ത് വരുന്ന കമൻറ്റുകളോ എൻ്റെ പൊന്നു, ഇവളുമാർക്ക് ഇത് കണ്ടിട്ട് പോലും ഒരു ഉളുപ്പില്ലെന്നേ. ഈ ഒന്ന് പിന്നെ നമ്മുടെ നല്ലൊരു ഏജുള്ള സ്ത്രീയാണ്, അവർക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് ഒരു ഉളുപ്പില്ല. മറ്റേ പെണ്ണിനും ഇത് കണ്ടിട്ട് ഒരു ഉളുപ്പുമില്ല. പിന്നെ ചില കുട്ടികളുണ്ട് വീഡിയോ ചെയ്യുന്ന, അവർ പഠിക്കുന്ന കാര്യങ്ങൾ ഇതും ചെയ്ത് ചില മാന്യമായി ചെയ്യുന്ന സ്ത്രീകളുമുണ്ട്. അവരെ ഒഴിച്ചാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ചില പെണ്ണുങ്ങൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് മാനക്കേടും എന്തും അവർക്ക് ഒരു പ്രോബ്ലവും ഇല്ല. അങ്ങ് വീഡിയോയിൽ തുറന്നിരുന്ന് അങ്ങ് കാണിച്ചേക്കും. അത് കണ്ടിട്ട് അതിൻ്റെ അടി വരുന്ന ഇവർ ആലോചിക്കണം. ഞാൻ ഈ ലൈവ് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇത് കാണുന്ന പല ആൾക്കാരുണ്ട്. ഇവരുടെ മകൻ്റെ പ്രായമുള്ളവർ കാണും, ഇല്ലെങ്കിൽ ഇവരുടെ അച്ഛൻ്റെ പ്രായമുള്ളവർ കാണും. യൂട്യൂബിൽ പല ആൾക്കാരും പലതും കാണുന്നതാണ്. അതുപോലെ നമ്മളവർ വിലയിരുത്തത്തില്ലേ? ഇത് സെലിബ്രിറ്റി അല്ല ആവുന്നത്, വേറെ പേര് ആൾക്കാർ പറയും. ചുമ്മാ ഈ പ്രായത്തിലൊക്കെ വന്ന് ഇങ്ങനെ യൂട്യൂബിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് വീഡിയോ ചെയ്യ്, ഇല്ലെങ്കിൽ ലൈവ് ചെയ്യ്. മാനും മര്യാദട്ട് അന്തസ്സായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും. അല്ലാതെ ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്ത് തുള്ളൽ. ഞാൻ തള്ളയ്ക്ക് പ്രഷർ വല്ലതും പിടിക്കും ഇങ്ങനെ തുള്ളിയാൽ. ഒരു തുള്ളലങ്ങ്. മാനും മര്യാദയായിട്ട് വീഡിയോ ചെയ്യും, ആരും ഒരു തെറ്റും പറയത്തില്ല. ഇല്ലെങ്കിൽ ലൈവ് വേണം, മര്യാദയ്ക്ക് വന്നിരുന്ന് ലൈവ് ചെയ്യും. അല്ലാതെ ഈ തോന്നിവാസം കാണിക്കാതെ ഈ രണ്ട് പെണ്ണുങ്ങളും കൂടെ ഞാൻ കണ്ടതിൽ ഏറ്റവും വൾഗറായിട്ട് തോന്നിയ എനിക്ക് ഈ രണ്ട് സ്ത്രീകളെയാണ് ഉള്ളത് പറയാം. കാണാൻ ഭയങ്കര കുലസ്ത്രീയായിട്ടൊക്കെ വന്ന് നിൽക്കുന്നത് രണ്ട് പേരും. പക്ഷേ വായിന്ന് വരുന്നതും ഇൻ്റർമീനിങ്. ഒരുത്തി സംസാരിക്കുന്ന നൈറ്റിയായിട്ടുള്ള സംസാരിക്കുന്ന മൊത്തം ഇൻ്റർമീനിങ്ങാണ്. ഓരോ വാക്കുകൾ നമ്മളെന്താ നമുക്ക് കേൾക്കുമ്പോൾ അറിയാം അവർ ഏതർത്ഥത്തിലാണ് സംസാരിക്കുന്നതെന്ന്. തള്ളയാണെങ്കിൽ തുള്ളൽ, എന്നിട്ട് ബദാം കഴിച്ച് അണ്ടിപ്പരിപ്പ് കഴിച്ച്. എനിക്ക് അണ്ടിപ്പരിപ്പ് സ്പോൺസർ ചെയ്ത്, എനിക്ക് ബദാം സ്പോൺസർ ചെയ്ത്, എനിക്ക് രാവിലത്തെ ഫുഡ് സ്പോൺസർ ചെയ്ത്. എന്ത് ജോലി ചെയ്യാൻ കയ്യും കാലും ഇല്ലേ? ഈ സ്പോൺസർ ചെയ്തേ കഴിക്കത്തോളാ, അണ്ണാക്കിലോട്ട് ഇറക്കത്തോളാ? സീരിയസ്ലി ചോദിക്കുക. കണ്ട ഒരു കുഴപ്പമില്ല, ആരോഗ്യമുണ്ട്, ഇതുണ്ട്, ഒരുങ്ങി ചമഞ്ഞ് നിൽക്കുന്ന കണ്ടാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവളുമാർ രണ്ടുപേരും, ഞാൻ അങ്ങനെ തന്നെ പറയും, ഇവളുമാർ രണ്ടുപേരും ഈ പെണ്ണുങ്ങൾക്കൊരു അപമാനമാണ്. എൻ്റെ നൈറ്റി കൊള്ളാം ഒരുത്തി, അത് കണ്ടിട്ട് തോന്നിയാസം പറയാൻ കുറേ ആണുങ്ങളും. തള്ളച്ചിക്കാണെങ്കിൽ കാലയിൽ കുന്തളപ്പൂഴി ഇരുന്നെങ്കിൽ തുള്ളുന്നത്. നാണമാനമില്ലാത്ത വർഗങ്ങൾ. വീഡിയോ ചെയ്യണ്ടെന്ന് ഒരു ആരും പറയുന്നില്ല, ലൈവ് പോകണ്ടെന്നോ എല്ലാം പോയി. മാന്യം മര്യാദയായിട്ട് നിന്ന് അന്തസ്സായിട്ട് സംസാരിക്കുക. എന്തെല്ലാം ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇത് ഇപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞില്ലെങ്കിലല്ല എൻ്റെ മനസ്സാക്ഷി ഇരുന്ന് കുത്തും. കാരണം ഇത് വൃത്തികേടാണ്. ഇപ്പോൾ ആൾക്കാർ കാണുന്ന വാച്ച് ടൈം കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നല്ല സംസാരിക്കേണ്ടത്. എന്തെല്ലാം ഈ ലോകത്തെക്കുറിച്ച് സംസാരിക്കുക. ഇവർക്ക് ഭർത്താക്കന്മാരില്ലേ, മക്കളില്ലേ, കുടുംബം ഇല്ലേ? ഇവരൊക്കെ കാണുന്നില്ലേ വീഡിയോ? കെട്ടി ഒരുങ്ങി വന്ന് വീഡിയോയുടെ മുമ്പിൽ ഒന്ന് തോന്നിവാസങ്ങളും അതും ഇതും പറഞ്ഞ് അങ്ങ് സ്വയം തന്നെ പറയുന്നത്.
അത് സത്യം. നിങ്ങൾ ചോദിക്കും ഈ ലോകത്ത് അവനവന് വീഡിയോ ചെയ്യാൻ അവകാശമുണ്ട്, അവകാശമില്ലെന്ന് ആരും പറയത്തില്ല. അപ്പോൾ അവകാശമുണ്ട്. പക്ഷേ പൊതുസമൂഹം ഇതെങ്ങനെ എടുക്കും എന്നും കൂടെ ചിന്തിക്കുക. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് നമുക്ക് ബഹുമാനവും എല്ലാ ആൾക്കാരും കൊണ്ടു തരുന്നത്. അല്ലാതെ ഇങ്ങനെ വന്നിരുന്ന് കോലം കെട്ടി ഇങ്ങനെ പൈസ പോയി ജോലി ചെയ്യ്. എന്തിന് കണ്ട ആണുങ്ങളുടെ കയ്യിൽ നിന്ന് ഈ 10-500 വെച്ച് പിരിക്കുന്ന എന്തിനാണ് ഈ ലൈവിൽ വന്നിരുന്ന്? അവർക്ക് കുടുംബമുള്ളതല്ലേ? നിങ്ങളുടെ ലൈവ് കാണുന്നതിനാണ് പൈസ. നാണമുണ്ടോ? പെണ്ണുങ്ങളൊക്കെ ഇത്ര അതം പതിഞ്ഞു പോയാലോ എന്ന് ആലോചിക്കുക. മോശം. എനിക്ക് പറയാനുള്ളതാണ് കേസ്. ഇങ്ങനെയുള്ള സ്ത്രീകളുടെ ലൈവ് കാണാതിരിക്കുക. കാരണം എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ കണ്ടുപോയതാണ്. 2 പേരുടെ ഞാൻ അരമണിക്കൂർ ഇരുന്ന് കണ്ടു. ദൈവമേ, ഞാൻ ആലോചിച്ച് പോയി ഈ ലോകം ഇത്രയ്ക്ക് മാറിപ്പോയോ എന്ന്. 2 പേരും ഒരു 40 വയസ്സിന് മേപ്പോട്ടുള്ള പെണ്ണുങ്ങളാണ്. ഒന്നുമില്ലെങ്കിൽ സ്വന്തം ഏജിനെങ്കിലും ഒന്ന് മര്യാദ കാണിക്കണ്ടേ? ചെറിയ പിള്ളേരാണെങ്കിൽ അവർ പറയാറ് അവർക്ക് വിവരക്കേടാണ്, ഇല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുക. ഇത് എന്തിനസുഖമാണ്? ഒരു വീഡിയോ എടുത്ത് എവിടെയെങ്കിലും കുത്തി ഇങ്ങനെ വെക്കുക. അതിൻ്റെ മുമ്പിൽ നിന്ന് തള്ളയുടെ കാലയിൽ എന്തോ പുഴു ഇരിക്കുന്ന മാതിരിയാണ്, എന്തോ കടിക്കുന്ന മാതിരിയാണ് തള്ളങ്ങിയൊന്ന് തുള്ളുന്നത്. അത് കാണാൻ കുറേ ആൾക്കാരും ഇവരെ വിചാരം ഇവരെ ലൈവ് കണ്ട് സന്തോഷിക്കാൻ ഈ ആണുങ്ങളെല്ലാം വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. വേറെയാണ് അത്. ഇവളുമാർ ചിന്തിക്കുന്നില്ല. വേറെ ഒരുത്തി ഫുൾ നൈറ്റി ഇട്ടുകൊണ്ട് ആ സമയം നോക്കി വീട്ടിൽ ഭർത്താവിനോ കൊച്ചിനോ വല്ലതും വെച്ച് കൊടുത്ത് ആ വീഡിയോ എങ്കിലും ഒരു എത്ര കുക്കിംഗ് വീഡിയോ ഇട ഇവളുമാർക്ക്? ഈ ശരീരം പ്രദർശിപ്പിച്ചാണോ പൈസ ഉണ്ടാക്കേണ്ടത്? കുടുംബമായിട്ട് ജീവിക്കണ പെണ്ണ്. അത് മലയാളികൾ വല്ല നോർത്ത് ഇന്ത്യൻ അവരൊക്കെ ചെയ്തിട്ട് അങ്ങനെങ്കിലും പറയാം. ഇത് ഈ മലയാളികൾക്ക് എന്തിൻ്റെ സൂക്കേടാണെന്ന് അറിയാൻ പറ്റാത്ത. നേരം വെളുക്കുമ്പോൾ 2 പ്രാവശ്യം ലൈവ്. ചില ആൾക്കാർ ലൈവിൽ കണ്ടില്ലെങ്കിൽ വിളിച്ച് ചോദിക്കും എന്താ വരാഞ്ഞത് ലൈവിൽ? എന്ത് മോശം അവസ്ഥയാണെന്നറിയാം ഈ ലോകം. പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്ത് സ്വന്തം മാനം വിറ്റും ജീവിക്കാൻ തയ്യാറായ കുറേ പെണ്ണുങ്ങൾ. പല ആൾക്കാരും പല കുടുംബവും ഇതെല്ലാം കാണുന്നുണ്ട് എന്നല്ല ചിന്തിക്കേണ്ടത്. ഇത് ഞാൻ ലൈവിൽ പോവാം, എനിക്ക് വാച്ച് ടൈം ഒരു ലൈക്ക് അടിക്കൂ ചോദിച്ച് മേടിക്കുക. മനുഷ്യർ തരേണ്ട അവരുടെ ഇഷ്ടത്തിനാണ്. നമ്മുടെ കണ്ടൻറ്റ് ശരിയാണെങ്കിൽ, നമ്മൾ പറയുന്ന വാക്കുകൾ ഓക്കെ ആണെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് തരേണ്ടതാണ് ഈ ലൈക്കും കമൻറ്റും. അല്ലാതെ ചോദിച്ച് മേടിച്ച് കയ്യിൽ വെക്കാനുള്ളതല്ല. ഇത് കിടന്നാൽ കൂവല. അത് ചെയ്യൂ, ഇത് ചെയ്യില്ലെങ്കിൽ ലൈവിൽ നിന്ന് ഇറങ്ങിപ്പോകൂ. പിന്നെ ഈ ആണുങ്ങളൊന്ന് ചീത്ത വിളിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. കാരണം ഇവളുമാരുടെ കാണിച്ചു കൂട്ടുന്ന പ്രവർത്തിക്കാണ് ഈ ആണുങ്ങൾ ചീത്ത വിളിക്കുന്നത്. മോശം. ഇത്രയൊക്കെ രാവിലെ മോർണിംഗ് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. കാരണം എനിക്ക് ഇത് കണ്ടം മുതൽ മാനസികമായിട്ട് ഭയങ്കര ടെൻഷനായിപ്പോയി. കാരണം പെണ്ണുങ്ങൾ ഇത്ര അതം പതിഞ്ഞു പോയല്ലോ ഈ കൊച്ചു കേരളത്തിലെന്ന്. ഓരോ അമ്മമാരും ഓരോ സ്ത്രീകളും ജീവിക്കേണ്ട എത്രത്തോളം കിടന്ന് നെട്ടോട്ടം ഓടുന്നു. എല്ലാവരും വീട്ടിൽ ഓരോ ഫോണും മേടിച്ചിട്ട് നിങ്ങൾ നാളെ ലൈവ് ചെയ്തെന്ന് പറഞ്ഞാൽ മതിയല്ല. മോശമാണ്. ഈ 2 സ്ത്രീകളുടെ പേര് ഞാൻ പറയുന്നില്ല. നിങ്ങൾ കാണുന്ന മിക്ക ആൾക്കാർക്ക് ഇവരെ ലൈവ് കണ്ടിട്ടുള്ളവർ മനസ്സിലാവും ഞാൻ ആരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന്. വളരെ മോശമാണ്. ജീവിക്കുക, അന്തസ്സും അഭിമാനത്തോടെ ജീവിക്കുക. അല്ലാതെ ഇങ്ങനെ വന്ന് ഈ മാർക്കറ്റിൽ മീൻ വിൽക്കുന്ന രീതിയിലിരുന്ന് അവരത് ചെയ്യുന്നത് അവരുടെ തൊഴിലാണ്. അവർക്കത് വിറ്റാലേ അവർക്ക് അവരെ കുടുംബം കഴിയാൻ പറ്റുന്നത്. നിങ്ങളവിടെ നിന്ന് എന്താ ചെയ്യുന്നത്? ഒരു കണ്ണാടിക്കാത്തൊരു പിന്നെ ഇതിൻ്റെ ബാങ്കിൻ്റെ ഇത് ഒട്ടിച്ച് ഗൂഗിൾ പേ പൈസ ചെയ്യൂ, 10 ചെയ്യൂ, 20 ചെയ്യൂ, 30 ചെയ്യൂ. നാണമുണ്ടോ തള്ളേ നിങ്ങൾക്ക്? QR കോഡും കൊണ്ട് ഇരിക്കുന്ന പൈസ എന്ന കാലത്ത്. അപ്പോൾ എനിക്ക് ഇത്രയും പറയാനുള്ള കേസ്. വേറെ ഒന്നും വിചാരിക്കുക, ഇത്രയും പറയാം. കാരണം മാനക്കേടാണ്. ലോകം വളർന്നു വരുന്ന മനുഷ്യരാണ് അതിനെ ചീത്തയാക്കുന്നത്. ഈ ഏജിൽ അവർ സ്വന്തം കുടുംബവും നോക്കിയില്ലെങ്കിൽ എവിടെയെല്ലാം ഒരു അമ്പലത്തിൽ പോയി വീഡിയോ ഇട്. ഇല്ലെങ്കിൽ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ചെയ്യാൻ. അതില്ലാതെ ചുമ്മാതെ ഇങ്ങനെ വന്നിരുന്ന് ലൈവ് ചെയ്ത് കണ്ട ആണുങ്ങളുടെ വായിന്ന് വേണ്ടാത്ത എല്ലാം കിട്ടും. അത് കേൾക്കുന്ന പെണ്ണുങ്ങൾക്കെല്ലാം വിഷമമാണ്. പിന്നെ ഈ കാണുന്ന ആണുങ്ങളെല്ലാം ആ ഏജിലുള്ള സ്ത്രീകളെ പിന്നെ ആ ലെവലാണ് കാണുന്നത്. ഇവളുമാരെ പോലെ തന്നെ വേറുള്ളവരെയും കാണും. അവരെ കുറ്റം പറയട്ടെ. ഇവളുമാരെ കാണിച്ചു കൂട്ടുന്ന പ്രവർത്തിക്കാണ് അവർ വേറുള്ളവരെ ആ രീതി കാണുന്നത്. നേരം വെളുക്കുമ്പോൾ ഒരുങ്ങി കെട്ടി ചമഞ്ഞ് വന്നിരുന്ന് ഓൺലൈനിൽ വന്നിരുന്ന് ലൈവ് അങ്ങ് കൊടുത്തേക്കും. സ്വന്തം മാനം വിറ്റങ്ങ് ജീവിക്കാൻ വേണ്ടി കുറേ പെണ്ണുങ്ങൾ. ഓക്കെ ഗൈസ്, ബൈ.